കോഴിക്കോട് കായലം മുഹമ്മദിയ ജുമാ മസ്ജിദ് മഹലിൽ ഒരു വിഭാഗം അംഗങ്ങൾക്ക് ഊരുവിലക്ക്. മയ്യത്ത് കട്ടിൽ നൽകുന്നതിലടക്കം വിലക്കിയ മഹല്ല് കമ്മിറ്റി ഊരുവിലക്ക് ബാധകമായ കുടുംബങ്ങളിലുള്ളവരുടെ മയ്യത്ത് നമസ്കാര ചടങ്ങിൽ നിന്ന് പോലും പള്ളി ഖത്തീബ് അടക്കമുള്ളവർ വിട്ടുനിൽക്കണമെന്ന് നിർദ്ദേശിച്ച് നോട്ടീസും നൽകി. ഇത് വ്യക്തമാക്കുന്ന ഫ്ലക്സ് ബോർഡും പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തബ്ലീഗ്, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളിലുള്ളവർക്കാണ് കായലം മഹല്ല് കമ്മിറ്റിയുടെ വിലക്ക്. ഇത് വ്യക്തമാക്കുന്ന നോട്ടീസ് കമ്മിറ്റി എല്ലാ അംഗങ്ങൾക്കും നൽകി. ഈ മാസം 9 ചേർന്ന കമ്മിറ്റിയുടെ തീരുമാനമായാണ് നോട്ടീസ്. ഇതുപ്രകാരം വിലക്ക് ബാധകമായവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ പള്ളി കമ്മിറ്റി ഖബർ കുഴിച്ച് നൽകില്ല. മയ്യത്ത് കട്ടിൽ, കുളിപ്പിക്കുന്ന കട്ടിൽ, ഖബർ കുഴിക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവയും കമ്മിറ്റി വിട്ടു നൽകില്ല. പള്ളിയിൽ ഖബർ കുഴിക്കാനുള്ള ആയുധങ്ങൾ, വിക്കാസ്, കൈക്കോട്ട് പോലത്തെ ആയുധങ്ങൾ ഇവർ തരില്ല. മയ്യത്ത് കട്ടിൽ തരില്ല. സ്വന്തം നിലക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. അത് അവരുടെ തീരുമാനപ്രകാരം. മരിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് കമ്മിറ്റി കോട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളോളം മയ്യത്തോടെ വെക്കേണ്ട ഗതികേട് വരും. ഇവിടം കൊണ്ടും വിലക്ക് തീരില്ല. മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതും തടയും. ഒപ്പം തന്നെ ഈ സംഘടനകളിൽപ്പെട്ടവരുമായുള്ള വിവാഹബന്ധവും കമ്മിറ്റി വിലക്കി. അതേസമയം ഈ തീരുമാനങ്ങൾ പ്രാദേശികമാണെന്നായിരുന്നു കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. ആ ടീമിന് ആളുകൾ കമ്മിറ്റിയായിട്ട് സഹകരിക്കാത്തതുകൊണ്ട് ഓരോന്നായിട്ട് കമ്മിറ്റി സഹകരിക്കില്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഊർക്കടവ്, പെരുമണ്ണപ്പാറ, പള്ളിക്കടവ് തുടങ്ങിയ പള്ളികളിലും മഹല്ല് കമ്മിറ്റിയുടെ വിലക്ക് ബാധകമാണ്. KR സാജു, റിപ്പോർട്ടർ, കോഴിക്കോട്.